എല്ലാവർക്കും റെസിപ്പീസ് ഫോർ ഈസി കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു ഇൻസ്റ്റൻറ്റ് മസാല ദോശയുടെ റെസിപ്പിയാണ്. ഇതുണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. എളുപ്പത്തിൽ മസാല ദോശ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായി ചൂടായ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. എണ്ണ ചൂടായി കഴിയുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞ ശേഷം ചെറുതായിട്ടരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. ഇതൊന്ന് റോസ്റ്റ് ചെയ്ത ശേഷം നീളത്തിലരിഞ്ഞ ബീൻസും പച്ചമുളകും ക്യാരറ്റും ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം ഒരു മീഡിയം സൈസ് സവാളയുടെ പകുതി നീളത്തിലരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. സവാള വെന്ത് സോഫ്റ്റായി കഴിയുമ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് വേവിച്ച് തൊലി മാറ്റി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങിനെ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. മസാല നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം 1/2 കപ്പ് വെള്ളം ചേർത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും 2 ടേബിൾ സ്പൂണോളം വറുത്ത കപ്പലണ്ടിയും കൂടെ ചേർത്ത് ഇളക്കിയ ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ദോശമാവ് തയ്യാറാക്കാനായി ഒരു ബൗളിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ തൈരും 1 ടീസ്പൂൺ ഉപ്പും 1 കപ്പ് വെള്ളവും ചേർത്ത ശേഷം 1/4 ടീസ്പൂൺ സോഡാപ്പൊടി കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. കട്ടയില്ലാതെ നന്നായി മിക്സ് ചെയ്ത ശേഷം 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് മിക്സ് ചെയ്യണം. ഇതിനെ മൂടി 10 മിനിറ്റ് മാറ്റി വയ്ക്കണം. 10 മിനിറ്റിന് ശേഷം ദോശ തയ്യാറാക്കാം. ദോശമാവ് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. പാൻ ചൂട് കൂടുതലാണെങ്കിൽ അല്പം വെള്ളം തളിച്ച ശേഷം കോട്ടൺ തുണി കൊണ്ട് തുടച്ചെടുക്കാം. അതിനുശേഷം മാവ് ഒഴിച്ചു കൊടുക്കാം. മാവ് ഒഴിച്ച ശേഷം ഇതുപോലെ വട്ടത്തിൽ പരത്തിയെടുക്കണം. ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ഡ്രൈ ആയി കഴിയുമ്പോൾ തീ കുറച്ച് വെച്ച ശേഷം എണ്ണയോ നെയ്യോ ഒഴിച്ചു കൊടുക്കാം. ഇതിനെ മറിച്ചിടേണ്ട ആവശ്യമില്ല. നന്നായി വെന്ത് കഴിയുമ്പോൾ തയ്യാറാക്കി വെച്ച മസാല മുകളിൽ വെച്ച് മടക്കിയെടുക്കാം. റോസ്റ്റഡ് ദോശ ഉണ്ടാക്കാനായി നന്നായി ചൂടായ പാനിലേക്ക് മാവ് ഒഴിക്കാം. നന്നായി പരത്തി കൊടുത്ത ശേഷം എണ്ണയോ നെയ്യോ മുകളിൽ ഒഴിച്ചു കൊടുക്കാം. തീ കുറച്ച് വെച്ച ശേഷം ക്രിസ്പി ആകുന്നതുവരെ കുക്ക് ചെയ്യാം. ഈ ദോശ തണുത്ത് കഴിയുമ്പോൾ സോഫ്റ്റായി പോവും. ഇത് ചൂടോടുകൂടി സെർവ് ചെയ്യാം. ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ദോശയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ ബി ഹാപ്പി, സ്റ്റേ ഹെൽത്തി.